കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. വിഴിഞ്ഞത്ത് ഒരു പൈസയും കേന്ദ്ര ഗവൺമെന്റ് തരാതെയും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചല്ലോ. ക്ഷണിക്കണമെങ്കിൽ വിരോധമൊന്നുമില്ല. ക്ഷണിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ തരാത്ത കാശിന്റെ കണക്ക് പറയാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാസ്കി ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ആരെങ്കിലും തന്നതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? എന്നാൽ സാസ്കി ഫണ്ടായി തന്ന കാശ് ഇനി കേന്ദ്രത്തിന് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞോട്ടെ, നമ്മളത് വരവ് വെക്കാം. കൊടുക്കാനുള്ള പണം കടം ഒരു ധനമല്ല എന്ന് പഴയ ആളുകൾ പറയും. കടമായിട്ട് കാശ് തന്നിട്ട് ആ കടം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട് പണിതൊക്കെ കാത്തലിക് സിറിയ ബാങ്കിന്റെ മാനേജരും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജരും. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമുക്ക് ജമിനിയോട് ചോദിക്കാം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖ കേന്ദ്ര സർക്കാർ എത്ര കാശ് കൊടുത്തു? എങ്ങനെയാണ് ഇതിന്റെ ലാഭം കിട്ടുക? ഇനി തിരിച്ച് അടയ്ക്കേണ്ടതുണ്ടോ? ഇതാരാണ് നടത്തുന്നത്? എന്താണ് ഇതിന്റെ കാര്യങ്ങൾ? എല്ലാം ഒന്ന് കൃത്യമായി പറയൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ച് ഹാരിസ് ചോദിച്ച കാര്യങ്ങൾ താഴെ ലളിതമായി വിശദീകരിക്കുന്നു. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാൻ ഇത് സഹായിക്കും. 1. വിഴിഞ്ഞം തുറമുഖം ആരുടേതാണ്? ആരാണ് നടത്തുന്നത്? വിഴിഞ്ഞം തുറമുഖം കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. എന്നാൽ ഇതിന്റെ നിർമ്മാണവും നടത്തിപ്പും 40 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പ്, അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് AVPPL ആണ്. ഈ കാലയളവിന് ശേഷം തുറമുഖം പൂർണ്ണമായും സർക്കാരിന് കൈമാറണം. 2. കേന്ദ്ര സർക്കാർ എത്ര പണം നൽകി? വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് പണം മുടക്കുകയല്ല ചെയ്തത്. പകരം ലാഭകരമാകാൻ പ്രയാസമുള്ള വലിയ പദ്ധതികൾക്ക് നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് VGFI 817.80 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ആകെ പദ്ധതി ചിലവ് ഏകദേശം 7700 കോടി രൂപയാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത് ഏകദേശം 817.80 കോടി രൂപ. കേരള സർക്കാർ ഏകദേശം 3436 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കൽ, പുലിമുട്ട് നിർമ്മാണം എന്നിവയ്ക്ക്. ബാക്കി തുക അദാനി ഗ്രൂപ്പ് മുടക്കുന്നു. 3. ലാഭം എങ്ങനെയാണ് കിട്ടുക? തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രധാനമായും 3 രീതിയിലാണ് ലാഭം വരുന്നത്. അദാനി ഗ്രൂപ്പിന്റെ വരുമാനം. കപ്പലുകളിൽ നിന്ന് ലഭിക്കുന്ന ചാർജ് വഴി അവർ മുടക്കിയ പണം തിരിച്ചു പിടിക്കുന്നു. സർക്കാരിനുള്ള പങ്ക്. 15 വർഷം കഴിയുമ്പോൾ തുറമുഖത്തു നിന്നുള്ള ആകെ വരുമാനത്തിന്റെ 1% സർക്കാരിന് നൽകണം. ഇത് ഓരോ വർഷവും 1% വീതം വർദ്ധിക്കും. അനുബന്ധ വരുമാനം. ടാക്സ്, ടൂറിസം, ലോജിസ്റ്റിക്സ് മേഖലയിലെ വികസനം എന്നിവയിലൂടെ സർക്കാരിന് വലിയ ലാഭം ലഭിക്കും. 4. പണം തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? കേന്ദ്ര സർക്കാർ നൽകുന്ന VGF ഒരു ഗ്രാന്റ് പോലെയാണ്. അത് സാധാരണ നിലയിൽ തിരിച്ചടയ്ക്കേണ്ടതില്ല. എന്നാൽ കേരള സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാർ പ്രകാരം നിശ്ചിത വർഷങ്ങൾക്കു ശേഷം ലാഭവിഹിതം കൈമാറി തുടങ്ങണം. അദാനി ഗ്രൂപ്പ് മുടക്കിയ തുക അവർക്ക് പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ലഭിക്കും. ചുരുക്കത്തിൽ ഇത് സർക്കാരും സ്വകാര്യ മേഖലയും ചേർന്നുള്ള PPP മോഡൽ ഒരു പദ്ധതിയാണ്. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഇത് വലിയൊരു കുതിച്ചുചാട്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹാരിസിന് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കൂടുതൽ സാങ്കേതികമായ കണക്കുകളോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം പോരട്ടെ പ്രിയ സുഹൃത്തുക്കളെ.